1981 മെയ് 13 തുർക്കിക്കാരനായ അലി അഖയുടെ വെടിയേറ്റ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവൻ രക്ഷിക്കുവാനായി 6 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ ചെയ്ത് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ജെമെല്ലി ആശുപത്രിയുടെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ബ്രോങ്കിറ്റിസ് ബാധിച്ച് ഇതേ ഹോസ്പിറ്റലിലാണ് 88 വയസ്സുള്ള പോപ്പ് ഫ്രാൻസിസ് ഫെബ്രുവരി 14 അഡ്മിറ്റായത്. ഇന്ന് 18 ദിവസം തികയുകയാണ് ചികിത്സയിലായിട്ട്. ഫ്രാൻസിസ് പാപ്പ ഇന്നലെ രാത്രി സുഖമായി ഉറങ്ങുകയും അതോടൊപ്പം തന്നെ പ്രഭാത ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പ്രഭാതത്തിൽ പേപ്പൽ സ്യൂട്ടിലെ ചാപ്പലിൽ പരിശുദ്ധ പിതാവ് ആശുപത്രി ജീവനക്കാരുമായി കുർബാനയിൽ പങ്കുകൊണ്ടിരുന്നു. മാത്രമല്ല, മെക്കാനിക്കൽ വെന്റിലേഷനിൽ നിന്ന് മാറി പനിയില്ലാതെ അദ്ദേഹത്തിന്റെ ചികിത്സ തുടരുന്നത് ആശ്വാസകരമായ ഒരു വാർത്തയാണ്. എന്നിരുന്നാൽ തന്നെയും പരിശുദ്ധ പിതാവിന്റെ ഓക്സിജൻ നില നിലനിർത്താൻ വേണ്ടി ഹൈ ഫ്ലോ ഓക്സിജൻ നൽകിക്കൊണ്ടിരിക്കുക എന്നാണ് നമുക്കിപ്പോൾ അറിയുവാനായിട്ട് സാധിക്കുന്നത്. എങ്കിലും പരിശുദ്ധ പിതാവ് ഉണർവോടും സുബോധത്തോടും കൂടിയാണ് ചികിത്സകൾക്കെല്ലാം പ്രതികരിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നു. ഇതിനിടയിൽ പരിശുദ്ധ പിതാവ് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റിലെ ആർച്ച് ബിഷപ്പായ എഡ്ഗാർ പേന പാറയുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അതോടൊപ്പം തന്നെ ജെമെല്ലി ഹോസ്പിറ്റലിലെ എല്ലാ ജീവനക്കാരും മെഡിക്കൽ ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന് ജൂബിലി വർഷമായ ഈ വർഷത്തിൽ വത്തിക്കാൻ സ്ക്വയറിലൂടെ സെന്റ് പീറ്റർ ബസിലിക്കയിൽ കടന്ന് ഹോളി ഡോർ കടന്ന് വൃത്തിയായിട്ട് പരിശുദ്ധപിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ജെമെല്ലി ഹോസ്പിറ്റലിലെ എല്ലാ ജീവനക്കാരും തങ്ങളുടെ ചികിത്സാ മേഖലയിലെ പ്രതിബദ്ധത ദൈവസന്നിധിയിൽ പുതുക്കുകയും ചെയ്തു. പരിശുദ്ധ പിതാവിനെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനോടും എല്ലാ ആശുപത്രിയിലെ ജീവനക്കാരോടും ആരോഗ്യ പ്രവർത്തകരോടും ലോകം മുഴുവനും തനിക്കായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിശ്വാസികളോടുമായി പരിശുദ്ധ പിതാവിൻ്റെ തൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ദുർബലങ്ങളുടെ നിമിഷങ്ങളിൽ രോഗത്തിൻ്റെ ഈ അവസ്ഥയിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പരിശുദ്ധ പിതാവ് പറയുകയുണ്ടായി. പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുകയാണ്, ഇങ്ങനെയുള്ള സഹനത്തിൻ്റെയും വേദനയുടെയും രോഗത്തിൻ്റെയും നിമിഷങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. പതിവ് പോലെ വത്തിക്കാൻ സ്ക്വയറിൽ പരിശുദ്ധന് വേണ്ടിയുള്ള ജപമാല പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ ജപമാലയ്ക്ക് നേതൃത്വം നൽകി പ്രാർത്ഥിച്ചത് കർദിനാൾ കൊൺറാഡ് കജോർസ്കിയാണ്. അതുപോലെ തന്നെ ഇന്ന് പരിശുദ്ധ ജപമാലയ്ക്ക് നേതൃത്വം നൽകുന്നത് മെത്രാന്മാരുടെ ഡിക്കാസ്റ്ററിയുടെ തലവനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് ആണ്. പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ദിനരാത്രങ്ങളിൽ ലോകം മുഴുവനും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ പിതാവിനായി ഉയർത്തുന്ന ഈ പ്രാർത്ഥനകൾ ജെമെല്ലി ആശുപത്രിയുടെ പരിസരത്തും ഇതാ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ ഇപ്പോഴും അനേകർ വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാനായി സാധിക്കും. ഇന്ന് പ്രത്യേകമായി ജെമെല്ലി ആശുപത്രിയിലെ സെയിന്റ് ജോൺ പോൾ സെക്കൻഡിന്റെ ചാപ്പലിൽ ആശുപത്രി ജീവനക്കാരുമായി പ്രത്യേക തരത്തിൽ ആരാധനയും പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും നടന്നു. ആരാധനയ്ക്ക് ശേഷം ആശുപത്രിയിലെ അസിസ്റ്റന്റ് സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ഡോൺ മുൻഷിയോയുടെ നേതൃത്വത്തിൽ പ്രത്യേകമായ ബലിയർപ്പണം നടന്നു. ബലിയർപ്പണത്തിന്റെ മധ്യത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, ദൊബിയാമോ പ്രകാരെ കൊൺ പാപ്പ ആൻഡ് പ്രകാരെ പേർ പാപ്പ. നമ്മൾ പരിശുദ്ധ പിതാവിനോടൊപ്പം അതോടൊപ്പം തന്നെ പരിശുദ്ധ പിതാവിനോട് ചേർന്നും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥനകൾ തുടർന്നും ഉയർത്താം. ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി റോമിൽ നിന്നും ഫാദർ ജോജി പോളിനോടൊപ്പം ഫാദർ ജോബി പോൾ.